വൈശാഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച പുതിയ സിനിമ ടർബോ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ ടർബോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പേര് ഇപ്പോൾ പടം കണ്ടു കഴിഞ്ഞു. ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ട്രീറ്റാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഫുൾ സിനിമ തുടക്കം മുതൽ അവസാനം വരെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മൾ അജയ് വാസുദേവിന്റെ പടങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അജയ് വാസുദേവിന്റെ പടങ്ങൾ എന്ന് വെച്ചാൽ ആക്ഷൻ ഓറിയന്റഡ് പടമാണ്. അജയ് വാസുദേവ് പ്രോ എന്ന് വേണമെങ്കിൽ വൈശാഖ് ഈ ഒരു സിനിമയിലൂടെ വിശേഷിപ്പിക്കാൻ പറ്റും. ആക്ഷൻ രംഗങ്ങളെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട്. അജയ് വാസുദേവിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അജയ് വാസുദേവിന്റെ പടങ്ങളിൽ സ്ക്രിപ്റ്റ് നല്ല സ്ക്രിപ്റ്റ് കാണുന്നത്. പക്ഷേ ഈ സിനിമയിൽ കൃത്യമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് കൃത്യരംഗങ്ങളിൽ കറക്റ്റ് ടൈമിങ്ങിൽ ആക്ഷൻ രംഗങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള ഒരു സിനിമാറ്റോഗ്രാഫി. വിഷ്ണു ശർമ്മയാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. കൃത്യമായി ഏത് പൊസിഷനിൽ സംവിധായകന് എവിടെയൊക്കെയാണ് കട്ട്സ് ആവശ്യം, ഷോട്ട്സ് ആവശ്യം, ആ സ്ഥലത്തെല്ലാം കൃത്യമായിട്ട് വിജയ് ശർമ്മ തന്റെ ഷോട്ടുകൾ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ എഡിറ്റിംഗ് ഷമീർ മുഹമ്മദാണ് ഇതിന്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗ് നമ്മൾ ആ സിനിമയിൽ ഇങ്ങനെ ലയിച്ചിരുന്ന് കാണും. ഒരു സ്ഥലത്ത് പോലും നമുക്ക് ബോറടിക്കത്തില്ല. ആ രീതിയിൽ ആകെ എനിക്ക് പേഴ്സണലി ബോറടിച്ച ഒരു രംഗം എന്ന് പറഞ്ഞ പ്രായമായതുകൊണ്ടായിരിക്കാം, ഒരു എഡിറ്റിംഗ് ഒരു കാർ ചേസിങ് സീൻ ഉണ്ടായിരുന്നു. ആ കാർ ചേസിങ് സീൻ പോലും എന്നെ പോലുള്ള ആൾക്കാർക്ക് പോലും അതിനെ എൻഗേജ് ആക്കി നടത്തിയിരിക്കുന്ന അതിന്റെ എഡിറ്റിംഗും കൂടെ ആയിരുന്നു. അത് കുറച്ച് ഓവറായി പോയതോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ യൂത്തിനോട് ചോദിച്ചപ്പോൾ യൂത്ത് പറഞ്ഞത് അവർക്ക് ആ സീനൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു, വളരെയധികം എൻജോയ് ചെയ്തു എന്നാണ് എൻ്റെ കൂടെയുള്ള യൂത്തായിട്ടുള്ള ആൾക്കാർ പറഞ്ഞത്. അതുപോലെ തന്നെ സിനിമയിലെ ബി ജി എം ഒരു രക്ഷയുമില്ല. ക്രിസ്റ്റോ സേവിയറാണ് ഇതിന്റെ ബി ജി എം ചെയ്തിരിക്കുന്നത്. വില്ലന്റെ നായകനും പ്രത്യേക ബി ജി എം ഉണ്ട്. അതെല്ലാം കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ടർബോ ജോസ് എന്നാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ടൈറ്റിൽ കഥാപാത്രം, മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. അപ്പോൾ ആ ടർബോ ജോസിന്റെ ബി ജി എമ്മിൽ പോലും ഒരു വണ്ടിയുടെ സൗണ്ട് കൃത്യമായിട്ട്, ആ വണ്ടി ഓടിക്കുന്ന വണ്ടി ഡ്രൈവറാണ്. ഇടുക്കിയിലെ ഗ്രാമത്തിൽ വണ്ടി ഓടിക്കുന്ന ഒരാളായിട്ടാണ് മമ്മൂട്ടിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇനി താരങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് മമ്മൂട്ടി തന്നെയാണ്. ഈ പ്രായത്തിലും എന്ന എനർജിയാണ് മമ്മൂട്ടിക്കുള്ളത്. വൈശാഖ് മമ്മൂട്ടി കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ആക്ഷൻ സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ ചേരുവകളും കൃത്യമായി ഈ സിനിമയിൽ വൈശാഖ് മമ്മൂട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് സിനിമ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒരു സിനിമയുടെ പ്രധാന വിജയം, പ്രത്യേകിച്ച് ഒരു ആക്ഷൻ സിനിമയുടെ പ്രധാന വിജയം എന്ന് പറയുന്നത് നായകനോടൊപ്പം തന്നെ പ്രധാനമായിട്ടുള്ളതാണ് അതിലെ വില്ലൻ എന്ന് പറയുന്നത്. ഇതിൽ വില്ലൻ കഥാപാത്രമായിട്ട് വരുന്നത് രാജ്ബി ഷെട്ടിയാണ്. രാജ്ബി ഷെട്ടി നമുക്കറിയാം, ഒരുപാട് അന്യഭാഷാ ചിത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ കറക്റ്റ് മമ്മൂട്ടിക്ക് പറ്റിയ ഒത്ത എതിരാളി എന്ന്, അല്ലെങ്കിൽ മമ്മൂട്ടിക്കാരൻ മുന്നിൽ അതേ ലെവലിൽ നിൽക്കുന്ന ഒരു വില്ലൻ, പണ്ട് നമ്മുടെ ഹൈദർ മലിക്കാരെ പോലെ മമ്മൂട്ടിയുടെ നായകന് പറ്റിയ കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലൻ. ഇപ്പോൾ മലയാള സിനിമയിൽ കുറേ സിനിമകളായിട്ട് വില്ലന്മാർക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സിനിമയിൽ കറക്റ്റ് മമ്മൂട്ടിയോടൊപ്പം അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു വില്ലൻ കഥാപാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കഥാപാത്രമായിട്ട് ബിന്ദു പണിക്കർ വരുന്നുണ്ട്. ബിന്ദു പണിക്കർ മമ്മൂട്ടിയുടെ അമ്മയായിട്ട് അഭിനയിക്കുകയാണ്. മുമ്പ് മമ്മൂട്ടിയുടെ പെങ്ങളായിട്ട് വാത്സല്യത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ബിന്ദു പണിക്കർ എത്ര മികവുള്ള ഒരു താരമാണ് എന്ന് നമുക്ക് ഈ ഒരു കഥാപാത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സിനിമയിലെ നർമ്മരംഗങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത് ബിന്ദു പണിക്കരാണ്. പിന്നെ പ്രധാന കഥാപാത്രമായിട്ട് അഞ്ജന ജയപ്രകാശ്, നമ്മൾ പാച്ചു മത്സരത്തിലും കണ്ട അഞ്ജന ജയപ്രകാശ്. അഞ്ജനയുടെ കഥാപാത്രവും എനിക്ക് ചില സമയത്തൊക്കെ അഞ്ജനയുടെ കഥാപാത്രം കണ്ടപ്പോൾ പാച്ചുവിലെ ഹംസധ്വനിയെ പോലെ എനിക്ക് തോന്നി. കാര്യം പാച്ചു വേറെ സ്ഥലത്ത് വന്ന് അവിടെ കുടുങ്ങി പോകുന്നപ്പോൾ പാച്ചുവിനെ സ്വന്തം ഫ്ലാറ്റിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. ആ രീതിയിൽ ചില സ്ഥലത്തൊക്കെ എനിക്കൊരു തോന്നലുണ്ടായി. ആ അഞ്ജനയുടെ കഥാപാത്രം പാച്ചുവിലെ കഥാപാത്രത്തിൽ നിന്ന് മാറിയില്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നി. പിന്നെ പ്രധാന റോളിൽ വരുന്നത് ശബരീഷ് വർമ്മയാണ്. ശബരീഷ് വർമ്മയുടെ റോള് കൊള്ളാം. ശബരീഷ് വർമ്മയ്ക്ക് ഇപ്പോൾ മലയാള സിനിമയിൽ വേണ്ടത്ര പ്രാധാന്യമുള്ള റോളുകൾ കിട്ടുന്നില്ല. ഇതിലും പ്രാധാന്യമുള്ള റോള് വന്നാൽ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശബരീഷിൻ്റെ റോളൊന്നും അല്ലാതായി പോയി എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ശബരീഷിൻ്റെ കരിയറിന് ഏറ്റവും നല്ലത് ഇതുപോലുള്ള റോളുകൾ ചെയ്ത് പയ്യെ മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്. ആ രീതിയിൽ ശബരീഷിൻ്റെ പ്രകടനം ഓക്കെ ആയിരുന്നു. പിന്നെ ജോണി ആന്റണി, കുഞ്ചൻ, കുറേ ആൾക്കാർ, കുറേ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന കുറേ താരങ്ങൾ സിനിമയിലുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടുന്ന സുനിലിന് നമുക്ക് ഇപ്പോൾ പണ്ട് കോമഡിയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ടെറർ വില്ലനാണെന്ന് തോന്നിയെങ്കിൽ ഈ സിനിമയും പുള്ളിയുടെ ശൈലിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു സുനിലിനെ കാണാനും. സുനിലിൻ്റെ രംഗങ്ങളും എല്ലാം വളരെയധികം നമുക്ക് രസകരമായിട്ട് തോന്നി. പഴയ കാലത്തുള്ള സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു വില്ലൻ വേഷമാണ് സുനിൽ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ടർബോ എനിക്ക് തോന്നിയത്. ആ ചേസിങ് സീറ്റ് മാത്രമാണ് എനിക്ക് അല്പം പേഴ്സണലി അല്പം നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റ്, നല്ല രീതിയിലുള്ളൊരു ക്ലൈമാക്സ് ഫൈറ്റാണ് സിനിമയിലുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. വൈശാഖ് ഫൈറ്റ് സീനിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വളരെ നല്ല രീതിയിൽ തന്നെ വൈശാഖ് ചെയ്യും.
പിന്നെ മിഥുൻ മാനുവൽ തോമസിന്റെ സ്ക്രിപ്റ്റിൽ ഫ്ലാഷ് ബാക്ക് പറയുന്നതിൽ മിഥുൻ മാനുവൽ തോമസ് വളരെയധികം വീക്കാണെന്ന് മുൻ സിനിമകളിൽ നമുക്ക് മനസ്സിലായിരുന്നു. ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ മിഥുൻ മാനുവൽ തോമസ് മമ്മൂട്ടിയുടെ ഫ്ലാഷ് ബാക്ക് നായിക ചോദിക്കുന്നുണ്ട് എന്താണ് കല്യാണം കഴിക്കാത്തതെന്ന്. അപ്പോൾ കല്യാണം കഴിക്കാത്തതെന്ന് പറയുമ്പോൾ ഒരു ബന്ധവും ഇല്ലാത്തൊരു ഫ്ലാഷ് ബാക്കാണ്. ആ കല്യാണം കഴിക്കാത്തതുമായിട്ട് യാതൊരു രീതിയിലുള്ള ബന്ധവും തോന്നാത്ത രീതിയിലുള്ള ഒരു ഫ്ലാഷ് ബാക്കാണ് പറയുന്നത്. അത് വേറെ രീതിയിൽ പറഞ്ഞ ആ ലെവലിലേക്ക് തന്നെ കൊണ്ടുപോകാൻ. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് കണ്ടിരിക്കാവുന്ന രീതിയിൽ എൻജോയ് ചെയ്ത് പ്രത്യേകിച്ച് തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് ഈ സിനിമ. അപ്പോൾ ആ രീതിയിൽ കൂട്ടുകാരുമായിട്ട് പോയി അടിച്ചു പൊളിക്കാം. ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ടുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പടം തിയേറ്ററിൽ പോയി കാണുക. അത് കഴിഞ്ഞതിന് ശേഷം പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും വരുന്നതുവരെ ബൈ.